മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം വിവരിക്കുന്ന മനോഹരമായൊരു ടെലിഫിലിമുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മ ദ പാഷൻ ഫ്ലവർ എന്ന പേരിൽ. ഇതിൽ വിശുദ്ധ അൽഫോൻസയുടെ അപ്പൻ അൽഫോൻസാമ്മയെ കാണാൻ മഠത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പറമ്പിൽ ഉണ്ടായ കാച്ചിലും ചേനയും കപ്പയും കോഴിമുട്ടയും ഒക്കെ കൊണ്ടുവന്ന് മഠത്തിൽ കൊടുക്കുക പതിവാണ്. ഇത് കാണുമ്പോൾ അൽഫോൻസാമ്മയെ ഇഷ്ടമില്ലാതിരുന്ന മഠത്തിലെ ഒരു സിസ്റ്റർ മാറി നിന്ന് അൽഫോൻസാമ്മ കേൾക്കെ കുറ്റം പറഞ്ഞ് പിറുപിറുക്കുന്നൊരു രംഗം അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അൽഫോൻസാമ്മ തിരിച്ചൊന്നും പറയാതെ പള്ളിയിൽ പോയി സക്രാരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ഹൃദയവ്യഥകളെല്ലാം ദിവ്യനാഥനോട് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന രംഗം വളരെ ഹൃദയഭേദകമാണ്. നമ്മെക്കുറിച്ച് ആരെങ്കിലും ഇല്ലായ്മ പറയുമ്പോൾ, നന്മ ചെയ്തിട്ടും അത് തിന്മയായി തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലും ഏതാണ്ട് ഇതേ മനോഭാവമുള്ള കുറെ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. തങ്ങൾക്ക് ജോലി തന്ന വീട്ടുടമസ്ഥനെതിരെ പിറുപിറുക്കുന്ന ഒരു കൂട്ടം പണിക്കാരാണവർ. ജോലിയും കൂലിയും ഇല്ലാതിരുന്നിട്ടും തങ്ങളെ വിളിച്ച് കൂലി നിശ്ചയിച്ച് ജോലി കൊടുത്ത വീട്ടുടമയ്ക്കെതിരെയാണ് അവർ പിറുപിറുക്കുന്നതെന്ന കാര്യം നാം ഓർക്കണം. ആ വീട്ടുടമസ്ഥൻ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ കൂലി നിഷേധിക്കുകയോ പറഞ്ഞ കൂലിയിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്തില്ല. എന്നിട്ടും അവർ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയാണ്. ആ പിറുപിറുപ്പ് കേട്ടപ്പോൾ വീട്ടുടമസ്ഥൻ ഇങ്ങനെ മറുപടി പറയുന്നു: ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ഇവിടെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു സത്യമുണ്ട്. പിറുപിറുക്കുന്നവൻ്റെ ഉള്ളിൽ അസൂയ എന്ന തിന്മയും കുടികൊള്ളുന്നു എന്ന സത്യം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടായിരിക്കാം അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തത്? അവരുടെ എഗ്രിമെന്റ് പ്രകാരം കൊടുക്കാമെന്ന് പറഞ്ഞ കൂലി ഉടമസ്ഥൻ കൊടുത്തതാണല്ലോ. പിന്നെ എന്തിനായിരുന്നു ഈ ഇഷ്ടക്കുറവും പിറുപിറുക്കലുമെല്ലാം? ഉത്തരം ലളിതമാണ്. അവരുടെ കണ്ണ് വൈകി വന്നവരുടെ പോക്കറ്റിലായിരുന്നു. തങ്ങൾക്ക് കിട്ടിയതിന് നന്ദി പറയേണ്ടതിന് പകരം മറ്റുള്ളവർക്ക് കിട്ടിയതിലുള്ള അസൂയ അവരെ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുക്കാനിടയാക്കി. എനിക്ക് തോന്നുന്നു നാം ഓരോരുത്തരും ഒന്ന് ആത്മശോധന ചെയ്താൽ ഈ തിന്മ നമ്മിലും ഉള്ളതായി കണ്ടെത്താൻ സാധിക്കില്ലേ? ഒന്ന് ഓർക്കണേ, ദൈവിക ശിക്ഷയ്ക്ക് ഇടവരുത്തുന്ന തിന്മയാണ് ഈ പിറുപിറുപ്പ് എന്ന പാപം. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് അവിശ്വസ്തത കാട്ടി മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ ഫിലിപ്പിയിലെ വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു. 2-ാം അധ്യായം 14-ാം തിരുലിഖിതത്തിൽ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ, അതുവഴി നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളും ലോകത്തിന് വെളിച്ചവുമായി പ്രകാശിക്കട്ടെ എന്ന്. ദൈവമക്കളും ലോകത്തിന് പ്രകാശവുമായി തീരുവാൻ, പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമുക്ക് ആരെയും വെറുക്കാതിരിക്കാം, ആർക്കുമെതിരെയും പിറുപിറുക്കാതിരിക്കാം. ഇത് ഇസ്രായേൽ നടന്ന ഒരു സംഭവം ഈശോയുടെ കഥയായി പറഞ്ഞതല്ല, മറിച്ച് ഈ ഉപമയിലെ വീട്ടുടമസ്ഥൻ സ്വർഗത്തിലെ നമ്മുടെ പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിൻ്റെ മനസ്സും ഹൃദയവുമാണ് ഈശോ ഈ ഉപമയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം. മനുഷ്യന്റെ യുക്തിക്ക് അളക്കാവുന്നതല്ല പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഴവും അളവും അനുസരിച്ചല്ല ദൈവം നമുക്ക് പ്രതിഫലം തരികെന്ന കാര്യം നാം തിരിച്ചറിയണം. മറിച്ച് ദൈവത്തിൻ്റെ ഔദാര്യവും മഹാമനസ്കതയും കാരുണ്യവും അനുസരിച്ചാണ് ദൈവം ഓരോരുത്തരെയും അളക്കുന്നതെന്ന് ഈ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും. അതാണ് നമ്മൾ അനുകരിക്കേണ്ടതുമായ പാഠം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം, ആർക്കുമെതിരെയും പിറുപിറുക്കാതിരിക്കാം. ദൈവത്തിൻ്റെ നീതി നമ്മുടെ യുക്തിയെ അതിലംഘിക്കുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അപരൻ, അവൻ കള്ളനോ പിടിച്ചുപറിക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ ജീവിത പങ്കാളിക്ക് എത്ര കുറവുകൾ വേണമെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്കവരെ വിധിക്കാതിരിക്കാം. അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വിട്ടുകൊടുക്കാം. ദൈവം തരുന്ന ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.